നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 20-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. യഹോവയുടെ ഒരു പര്യായമായിട്ടാണ് യാക്കോബിൻ്റെ ദൈവം എന്നുള്ള വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ ബലഹീനതകളിലും ഒളിച്ചോട്ടത്തിലും വിദേശവാസത്തിലും കഷ്ടാരിഷ്ടതകളിലും കൂടെയിരുന്ന് അവന് സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ബഹുമാനവും കൊടുത്ത ദൈവം ഇപ്പോഴും ബലഹീനരുടെ ദൈവമാണ്. കഷ്ടകാലത്തിൽ ഉത്തരം നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അവൻ ഉത്തരം നൽകും. അവൻ യാക്കോബിൻ്റെ ദൈവമാണ്. യാക്കോബിൻ്റെ കഷ്ടതയിൽ കൂടെയിരുന്നവൻ. അവനെ ഉയർത്തിയാൽ അവൻ നിന്നെ കഷ്ടതകളിലും കൂടെയിരുന്ന് നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് അവനോട് നിലവിളിക്കാം. അവൻ്റെ നാമം നമുക്ക് ഉയർത്താം. അവൻ നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് ഉത്തരം നൽകും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതകളിൽ ഞാൻ നിലവിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.